സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ BNMൽ ഇനിയിപ്പോൾ 6ാമത്തെ ചാപ്റ്ററാണ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അതായത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, ഇത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് മൊത്തത്തിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനാണ് പഠിക്കാനായിട്ടുള്ളത്. 6ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനു മുൻപ് കണ്ടത് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിരുന്നു. അത് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഓക്കെ, വലിയ ചാപ്റ്റർ തന്നെയായിരുന്നു, പക്ഷേ എളുപ്പമുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് നമ്മളത് വേഗം പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ഡൗട്ടിന് നിങ്ങൾ ചോദിക്കാം. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ സ്പീഗൽ എന്ന് പറഞ്ഞ വ്യക്തി ഡിസ്പേർഷന് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ചോദിക്കുകയാണെങ്കിൽ നിങ്ങളത് എഴുതുകയെന്നുള്ളതാണ്. ദ ഡിഗ്രി ഓഫ് വിച്ച് ന്യൂമറിക്കൽ ഡാറ്റ ടെൻഡ് ടു സ്പ്രെഡ് about an average value is called variation or dispersion of data. അതിൽ ആവറേജിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ഔട്ടായി കിടക്കുന്ന വാല്യൂസ് ഉണ്ടല്ലോ, നമ്മളൊരു ഒരു ന്യൂമറിക്കൽ സീരീസ് ഡാറ്റ എടുത്തിട്ട് ആവറേജിൽ നിന്ന് ഇങ്ങനെ ഡാറ്റ സ്പ്രെഡായിട്ടായിട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് പലതരം ഡിസ്പേർഷൻസ് ഉണ്ട്. മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് ഡിസ്പേർഷൻ, അതിലൊന്ന് റേഞ്ച് വരുന്നുണ്ട്, ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നുണ്ട്, മീൻ ഡീവിയേഷൻ വരുന്നുണ്ട്, പിന്നെ ലോറൻസ് കർവ് വരുന്നുണ്ട്. അത് നമുക്കിപ്പോൾ പഠിക്കാനായിട്ടില്ല, പണ്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ നോക്കാനായിട്ടുള്ളത് റേഞ്ചാണ്. വളരെ സിമ്പിളായ കാര്യമാണ് റേഞ്ച്. നമ്മൾ റേഞ്ച് അറിയില്ല പറഞ്ഞത്, നമ്മൾ ഏറ്റവും താഴെ പോകുന്നതും നമ്മൾ ഏറ്റവും ടോപ്പ് വാല്യൂ, അതിനാണ് റേഞ്ച് എന്ന് പറയാം. റേഞ്ച് ഇസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ഡിസ്പേർഷൻ. ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇൻ എ സീരീസ്. സോ ആ റേഞ്ചിൻ്റെ ഇക്വേഷൻ വരുന്നത് L-S ആണ്. അത് ലാർജസ്റ്റ് വാല്യൂ ഐറ്റം മൈനസ് സ്മോളസ്റ്റ് ഐറ്റം. ഇപ്പോൾ ഒരു പരമ്പരകളിൽ കുറേ നമ്പേഴ്സ് ഇങ്ങനെ തരികയാണെങ്കിൽ അതിലേറ്റവും ചെറുതെടുക്കുക, വലുതെടുക്കുക, വലുതെന്ന് ചെറുത് മൈനസ് ചെയ്താൽ അതാണ് അതിൻ്റെ റേഞ്ച്. പിന്നെ അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണാൻ പറയും. അതെന്താണ്, ദ റിലേറ്റീവ് മെഷർ കറസ്പോണ്ടിങ് ടു റേഞ്ച് ആണ്. അത് L-S ആണ്. അപ്പോൾ ഈ റേഞ്ചിൻ്റെ ഇക്വേഷൻ കൊടുക്കുക, താഴെ L+S ഡിവൈഡ് ബൈ L+S, L-S ഡിവൈഡ് ബൈ L+S. ഫോർമുല ഫോർ ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് ആർ സെയിം. ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആവട്ടെ, ഡിസ്ക്രീറ്റ് സീരീസ് ആവട്ടെ, കണ്ടിന്യൂസ് സീരീസിലൊക്കെ ഇത് സെയിം ആണ്. ഓക്കെ, അവിടെ ചെറിയൊരു സ്കാൻ ചെയ്ത് പോകുന്ന ചെറിയൊരു പ്രശ്നമുണ്ട്, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇൻഡിവിജ്വൽ സീരീസിൽ ദ പ്രോഫിറ്റ് ഓഫ് എ കമ്പനി ഫോർ ലാസ്റ്റ് 8 years ആർ ഗിവൺ ബിലോ, കാൽക്കുലേറ്റ് ദ റേഞ്ച്. അതിൽ അവസാനത്തെ 8 വർഷങ്ങൾ തന്നിട്ടുണ്ട്, അത് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എടുക്കുക, അത് 230 ആണ്. ലോവസ്റ്റ് വാല്യൂ 30 ആണ്. ഓക്കെ, അപ്പോൾ സോ L is equal to 230, S is equal to 30. അപ്പോൾ റേഞ്ച് വെച്ച് അങ്ങനെ കാണും, അത് 230 - 30, അത് 200 റേഞ്ച്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചോ L-S, അതായത് 200 ബൈ L+S 260.77 ആണ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. പിന്നെ കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻ്റ് ഫ്രം ഫോളോ. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ കണ്ടെത്തുക റേഞ്ച്. ഇതിൽ ഹയസ്റ്റ് വാല്യൂ 186 ആണ് ഹയസ്റ്റ് വാല്യൂ. ലോവസ്റ്റ് വാല്യൂ എത്രയാണ്, 143 ആണ്. ഇത് വെച്ചിട്ട്, അതായത് ഇതാണ് L വരുന്നത്, ഇതാണ് S വരുന്നത്. ഇത് വെച്ച് നിങ്ങളുടെ എന്ത് ചെയ്യുക, റേഞ്ച് ഒന്ന് കാണാം. റേഞ്ചും അതിൻ്റെ കോഎഫിഷ്യൻറ്റും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഡിസ്ക്രീറ്റ് സീരീസാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ റേഞ്ച് കാണാനാണ്. അപ്പോൾ വി ഷുഡ് ടേക്ക് ഹയസ്റ്റ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഫ്രീക്വൻസി നോക്കേണ്ട കാര്യമില്ല, ഹയസ്റ്റ് വാല്യൂ എടുക്കുക. ഹയസ്റ്റ് വാല്യൂ എത്രയാണ്, 38 ആണ്. ലോവസ്റ്റ് വാല്യൂ എത്രയാണ്, 5 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ ഇത് L, ഇത് S, ഇത് വെച്ച് നമുക്ക് റേഞ്ച് കാണാം. അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണാം. 38 - 5 33 ആണ് റേഞ്ച് വരുന്നത്. 38 + 5 43 ആണ്. അത് താഴെ എഴുതേണ്ട, ഡിനോമിനേറ്ററിൽ എഴുതേണ്ട. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കിട്ടി. ഇതുപോലത്തെ ഡിസ്ക്രീറ്റ് സീരീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ X, F ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി നോക്കേണ്ട കാര്യം റേഞ്ച് കാണുമ്പോൾ വരുന്നില്ല. വെറും എക്സിൻ്റെ വാല്യൂ മാത്രം നോക്കുക. അതിൽ ഹയസ്റ്റ് വാല്യൂ എത്രയാണ്, 22 ആണ്. ലോവസ്റ്റ് വാല്യൂ എത്രയാണ്, അത് വരുന്നത് 16 ആണ്. അല്ലേ, 16. 2 16 ഉണ്ടെങ്കിൽ ഒരു 16 എടുത്താൽ മതി. അപ്പോൾ അതാണ്. അപ്പോൾ അത് തമ്മിൽ ഇപ്പോൾ ഇത് S ആണ്, ഇത് L ആണ്. അപ്പോൾ L-S. അപ്പോൾ 22 ബൈ 16 - 16 6 റേഞ്ച് വരിക. ഇനി 6 ബൈ 22 16 കൂടി ആഡ് ചെയ്താൽ 38 വരും. അല്ലേ, 6/38 ആണ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് കാണാവുന്നതാണ് റേഞ്ച്. ഇനി കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെൻ ഡാറ്റ ആർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ദ റേഞ്ച് ഇസ് കാൽക്കുലേറ്റഡ് ബൈ എനി വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ and of limit of the higher class and the lower limit of the lower class.
സബ്ട്രാക്ട് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലോവർ ക്ലാസ് ആൻഡ് മിഡ് പോയിന്റ് ഓഫ് ദ അപ്പർ ക്ലാസ്. രണ്ട് രീതിയിൽ റേഞ്ച് കാണാം. ഒന്നുകിൽ എന്താണ് ഇപ്പോൾ ഇങ്ങനെ തരാണ് 0 to 10, 10 to 20, 20 to 30. അപ്പോൾ ഇതാണ് ലോവർ ക്ലാസ് ആയിട്ട് എടുക്കാം, ഇതിന് അപ്പർ ക്ലാസ് ആയിട്ട്. അപ്പോൾ ഇത് എസ് ആണ്, ഇതെന്താണ് എൽ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മിഡ് വാല്യൂ കാണാം 5, 15, 25. ഇതിനെ എസ് ആയിട്ട് എടുക്കാം, ഇതിനെ എൽ ആയിട്ട് എടുക്കാം. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് രണ്ട് മെത്തേഡുകൾ എന്താണ് കണ്ടിന്യൂസ് സീരീസിൽ എടുക്കാവുന്നതാണ്. ഇവിടെ കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, കണ്ടിന്യൂസ് സീരീസാണ് കൊടുത്തിരിക്കുന്നത്. അതിലെന്താണ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി ഇവിടെ നോക്കുക വേണ്ട റേഞ്ചിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ എസ് ആയിട്ട് നമുക്ക് എടുക്കാം, ഈ ലോവസ്റ്റ് വാല്യൂവിനെ എസ് ആയിട്ട് എടുക്കാം, ഹയസ്റ്റ് വാല്യൂവിനെ എൽ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ മിഡ് വാല്യൂ 55, 65, 75, 85, 95, 100, 115 അങ്ങനെ വെച്ചിട്ട് 115 ഹയസ്റ്റ് വാല്യൂ ആയിട്ടും 55 ലോവസ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കാം. അങ്ങനെ വേണം എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ 120 മൈനസ് 50 അതാണ് റേഞ്ച് വരിക, 75 വരിക. ഓക്കെ, അത് റേഞ്ച് വരും. പിന്നെ എന്താണ് ഇത് രണ്ടും ആഡും ചെയ്യുക, താഴെ കൊടുത്താൽ 120 മൈനസ് 50 70, 120 പ്ലസ് 50 170. അപ്പോൾ 70/170 0.41 റേഞ്ച് വരിക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട മാതിരി മിഡ് വാല്യൂ ഇപ്പോൾ 55 ലോവസ്റ്റ് വാല്യൂ ആയിട്ടും 115 ഹയസ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കുക. മനസ്സിലായില്ലേ? ഇതിൻ്റെ മിഡ് വാല്യൂ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ടല്ലോ, അർത്ഥമെറ്റിക് മീനൊക്കെ കാണുന്ന നേരത്തും ഈവൻ അർത്ഥമെറ്റിക് മീനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മീഡിയനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മൈനസ് ചെയ്താൽ റേഞ്ച് കിട്ടി. അത് തമ്മിൽ എന്താണ് ഇത് നമ്മൾ ആഡ് താഴെ ചെയ്തിട്ട്, അതായത് 115/115 മൈനസ് 55 ഡിവൈഡ് ബൈ 115 സോറി 115 ആണ്, 115 പ്ലസ് 55, 115 പ്ലസ് 55. അപ്പോൾ ഇവിടെ 60/170 അങ്ങനെ എടുത്താൽ 0.35 കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. രണ്ട് രീതിക്ക് നമുക്ക് റേഞ്ച് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും നിങ്ങൾ കാണിക്കുന്നത് നല്ലതാണ്. 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലും ഓർന്ന് പറഞ്ഞ് കാണിക്കുന്നത് നല്ലതാണ്. അത് വെച്ചിട്ട് എന്താണ് ഈ ഒരു ചോദ്യം നിങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുകിൽ ഇത് എസ് ആയിട്ടും ഇത് എൽ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ മിഡ് വാല്യൂ 15, 25, 35, 45, 55 അങ്ങനെ വെച്ചിട്ടും എടുക്കാവുന്നതാണ്. ഫ്രീക്വൻസി ഇവിടെ നോക്കാൻ വേണ്ട റേഞ്ച് എടുക്കുന്ന നേരത്തെ അത് 2 മാർക്കിനൊക്കെ റേഞ്ച് കാണാൻ ചോദിക്കാറുണ്ട്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് കാണാൻ ചോദിക്കാറുണ്ട്. കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ മറന്നു നേരത്തെ L - S ഡിവൈഡ് ബൈ L + S ആണ്. ഓക്കെ, വളരെ സിമ്പിളാണ് റേഞ്ച് കണ്ടെത്താൻ. പിന്നെ അതിൻ്റെ മെറിറ്റ്സ് ആണ്. റേഞ്ച് എന്താണ് സിമ്പിൾ മെത്തേഡാണ്, അണ്ടർസ്റ്റാൻഡ് ആവണം, അത് കമ്പ്യൂട്ട് ചെയ്യണം. ഇറ്റ് ഗിവ്സ് മാക്സിമം സ്പ്രെഡ് ഓഫ് ഡാറ്റ, പരമാവധി ഡാറ്റ നമുക്ക് തരും. അതിന് എല്ലാ ഡാറ്റയും യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ, കാര്യം 2 എക്സ്ട്രീം ഐറ്റംസ് ആണ് എടുക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഈസിലി കാൽക്കുലേറ്റഡ്. പിന്നെ എന്താണ് ലിമിറ്റേഷൻ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഈച്ച് ആൻഡ് എവറി ഐറ്റം. എല്ലാ ഐറ്റവും എടുക്കണില്ല, ചെറുത് വലുത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഫ്ലക്ച്വേഷൻ ഫ്രം സാമ്പിൾ ടു സാമ്പിൾ. സാമ്പിൾ ടു സാമ്പിൾ പോലെ ഫ്ലക്ച്വേഷൻസ് ഇത് വരുന്നത്, ഡിപ്പെൻഡ് അപ്പോൺ എക്സ്ട്രീം ഐറ്റംസ് ബട്ട് നോട്ട് ഓൾ ഐറ്റംസ്. പിന്നെ എന്താണ് ഇറ്റ് കനോട്ട് ബി കമ്പ്യൂട്ടഡ് ഇൻ കേസ് ഓഫ് ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എന്താണ് ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യാനുള്ള ചെയ്യാം. ഇപ്പോൾ ലെസ് ദാൻ 10, പിന്നെ എന്താണ് 10 to 20, 20 to 30, മോർ ദാൻ 30 അങ്ങനെയൊക്കെ പറഞ്ഞ ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഓപ്പൺ എൻഡ് ക്ലാസ്സസ് കഴിഞ്ഞ ചാപ്റ്ററിൽ. ഒന്ന് നിങ്ങൾ റെഫർ ചെയ്ത് വെക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റേഞ്ച് കാണാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കുക. അടുത്തതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓർ സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഹാഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തേർഡ് ആൻഡ് ഫസ്റ്റ് ക്വാർട്ടർ. അപ്പോൾ നമ്മൾ ഇതിൽ ക്വാർട്ടൈൽസ് കാണാം, നമ്മൾ മീഡിയൻ കാണുന്ന മാതിരി. ക്വാർട്ടൈൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ നിർത്തുകയെന്ന് കരുതുക. അപ്പോൾ ഇതാണ് അതിൻ്റെ മീഡിയൻ, ഇതാണ് ഫസ്റ്റ് ക്വാർട്ടൈൽ, ഇതാണ് സെക്കൻഡ് ക്വാർട്ടൈൽ. മനസ്സിലായില്ലേ? ഹൈറ്റിനനുസരിച്ച് ആൾക്കാർ നിർത്തി കഴിഞ്ഞാൽ ആദ്യ ക്വാർട്ടൈൽ ഇതാണ്, Q1 ആണ്, ഇത് Q2 ആണ്, അതിനാ മീഡിയൻ എന്ന് പറയാം Q2ന്. Q3 ആണ് തേർഡ് ക്വാർട്ടൈൽ. മനസ്സിലായില്ലേ? കാൽഭാഗം, അര, മുക്കാൽ. ഓക്കെ, അപ്പോൾ ഇത് ക്വാർട്ടൈൽസ് കാണുക. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണമെങ്കിൽ ഈ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 ആണ്. കോഎഫിഷ്യൻ്റ് കാണണമെങ്കിൽ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1 ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക, ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷനും. അപ്പോൾ അതിൽ ആദ്യം ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മീഡിയൻ കാണുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. n+1 ഡിവൈഡ് ബൈ 2 ഐറ്റം ആയിരുന്നു, ഡിസ്ക്രീറ്റിലും ഇൻഡിവിജ്വലും. അപ്പോൾ അതന്നെ ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം എന്ന് യൂസ് ചെയ്യുക. അതാണ് Q1ൻ്റെ ഇക്വേഷൻ. Q3ൻ്റെ ഇക്വേഷൻ എന്താണ്? അത് സൈസ് ഓഫ്
3 ഇൻറ്റു ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ Q2ൻ്റെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. Q2ൻ്റെ ഇക്വേഷൻ വരുന്നത് n+1 ഡിവൈഡ് ബൈ 2 എന്നാണ്. അത് മീഡിയൻ്റെ ഇക്വേഷനാണ്. Q2 എന്താണ്? അത് മീഡിയനാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് ഏതാണോ ഐറ്റം കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റോൾ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക നിങ്ങൾ, ഇവിടെ എന്താണ് റോൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഓരോ കുട്ടിക്ക് കിട്ടിയ മാർക്കാണ്. അല്ലാണ്ട് റോൾ നമ്പർ ഇത്ര കുട്ടിക്ക് 40 കിട്ടിയതല്ല. റോൾ നമ്പർ 3 കിട്ടിയ കുട്ടിക്ക് കിട്ടിയ 40 മാർക്കാണ്. അപ്പോൾ അങ്ങനെ അത് ഇൻഡിവിജ്വൽ സീരീസാണ്. അപ്പോൾ അത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കിനെ അസെൻഡിങ്ങോ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അപ്പോൾ ഇവിടെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയായി, ചെറുതുനിന്ന് വലുതിലേക്ക്. അപ്പോൾ ഇതിന് 12 ഏറ്റവും ചെറുത്, 15 അടുത്തത്, അങ്ങനെ 20, 28, 30, 40, 50 അങ്ങനെ എഴുതിയിട്ട് ആദ്യം നമ്മൾ Q1 ക്വാർട്ടർ 1 കാണുക എന്നുള്ളതാണ്. അപ്പോൾ Q1 കാണേണ്ട ഇക്വേഷനാണ് സൈസ് ഓഫ് n+1 ബൈ 4th ഐറ്റം. അപ്പോൾ n+1 n എത്ര ഉണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 7 നമ്പേഴ്സ് എടുത്തിട്ട് അപ്പോൾ 7+1/4, അപ്പോൾ രണ്ടാമത്തെ ഐറ്റമാണ് Q1. അപ്പോൾ 15 Q1 വരുന്നത്. ഇനി Q3 കാണാം. ഈ രണ്ടാമത്തെ ഐറ്റത്തിന് 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. n+1 ഡിവൈഡ് ബൈ 4 അത് എത്രയാണ്? 2ആണ്. 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6ാമത്തെ ഐറ്റം. അപ്പോൾ 6ാമത്തെ ഐറ്റം എടുക്കുക. 1, 2, 3, 4, 5, 6, 40 Q3 വരുന്നത്. അപ്പോൾ Q1ഉം Q3യും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആദ്യം ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണേണ്ട ഇക്വേഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ Q3 - Q1 ഡിവൈഡ് ബൈ 2, അപ്പോൾ അത് 40 - Q3 40, Q1 15. അപ്പോൾ 40 - 15/2, അപ്പോൾ ഇവിടെ 25/2, 12.5 ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ കോഎഫിഷ്യൻ്റ് കാണുന്ന ഇക്വേഷനാണ് Q3 - Q1 ഡിവൈഡ് ബൈ Q3 + Q1. ഓക്കെ, അപ്പോൾ Q3 നമുക്ക് എത്ര കിട്ടിയത്? Q3 കിട്ടിയത് 40, Q1 കിട്ടിയത് 15. അപ്പോൾ 40 15 കുറയ്ക്കുക 25, 40 15 കൂട്ടുക 55, 25/15 0.455 ക്വാർട്ടൈൽ. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് പറഞ്ഞ സാധനമുണ്ട്. അത് Q3 - Q1 ആണ്. അത് 25 വരിക. ഓക്കെ, അപ്പോൾ 25 എന്താണ്? ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നാണ് അതിന് പറയാം. അതും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. Q3 അതായത് 3rd ക്വാർട്ടർ - 1st ക്വാർട്ടറാണ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അത് ഇൻഡിവിജ്വൽ സീരീസിൽ. ഇനിയിപ്പോൾ ഇത് വെച്ച് നിങ്ങൾ എന്താ ചെയ്യുക, ഇതിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുക. ഇത് ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് ആദ്യം Q1 കാണുക. Q1 എന്താണ്? സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 4th ഐറ്റമാണ്. ഇനി Q3 കാണുക. 3 ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം. അങ്ങനെ വെച്ചിട്ട് കാണുക. ഇവിടെ എത്ര n ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഉണ്ട്. അപ്പോൾ 11/4. അപ്പോൾ 11/4 എന്ന് പറയുമ്പോൾ ഈ Q3 കിട്ടുന്നതാണ് ഏതെങ്കിലും പോയിൻ്റ് ആയിരിക്കും. പോയിൻ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക, അതിന് 2ൻ്റെ ഇടയിലുള്ള നമ്പർ എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് 2 ഡിവൈഡ് ചെയ്യേണ്ടി വരും. നമ്മൾ മീഡിയൻ കാണുന്ന മാതിരി. ഓക്കെ, ഇവിടെ നമുക്ക് 10 നമ്പേഴ്സാണ്. അപ്പോൾ ഈവൺ നമ്പർ അല്ല, ഓഡ് നമ്പർ അല്ല, ഈവൺ നമ്പറാണ്. അത് വെച്ചിട്ട് നമ്മൾ പണ്ട് മീഡിയൻ കണ്ട അതേ രീതിയിൽ കാണുക എന്നുള്ളതാണ്. ഇനിയാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. അസെൻഡിങ് ഓർഡറിൽ ചെയ്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ Q1ഉം Q3യും കാണുക എന്നുള്ളതാണ്. അത് മീൻ കാണുന്ന മാതിരി. എന്നിട്ട് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 ഇത് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചാണ്. ഡിവൈഡ് ബൈ 2 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നു. ഫൈൻഡ് ദ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ താഴെ കൊടുത്ത ഇതിൽ നിന്ന് എന്തൊക്കെ കാണണം? ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണുക, ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുക, അതുമാതിരി കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാം. അപ്പോൾ ആദ്യം ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം എന്താണ്, അതായത് നമ്മുടെ ഇത് ഓർഡറിൽ എഴുതുക. എന്നിട്ട് ഫ്രീക്വൻസീസ് എഴുതുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആദ്യം ഇങ്ങോട്ട് എഴുതുക, ആഡ് ചെയ്യുക, അങ്ങോട്ട് എഴുതുക. ഇതും ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ചെയ്യുക. ഇതും ആഡ് ചെയ്ത് ഇങ്ങോട്ട് ചെയ്യുക. ഇതും ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ചെയ്യാം. അപ്പോൾ n എന്ന് വെച്ചാൽ എന്താണത്? 43 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണ്? ഇവിടെ n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം Q1 കാണണമെങ്കിൽ അപ്പോൾ 43 + 1 ഡിവൈഡ് ബൈ 4 11ാമത്തെ ഐറ്റം. അപ്പോൾ അതിൽ 11ാമത്തെ ഐറ്റം ഏതാണ്?
നിങ്ങൾ നോക്കിയാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതാണ് ഏറ്റവും 11 അടുത്ത് 11 തന്നെ 20 ആണ് എന്ത് Q1 വരുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കുക നിങ്ങൾ 3 × n+1 / 4, അതായത് ഈ കിട്ടിയ 11 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 33ാമത്തെ ഐറ്റം. 33 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 34 ക്യുമുലേറ്റീവ് വരുന്നത്. അപ്പോൾ 40 ആണ് Q3 വരുന്നത്. Q1 വരുന്നത് 20 ആണ്, Q3 വരുന്നത് 40 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുക. അത് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണുക. Q3 - Q1 അത് 20 ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1 / 2 40 - 20 / 2 10. കോവിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1 / Q3 + Q1 അത് 40 - 20 / 40 + 20 20/60 0.333. ഇപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോവിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത്. ഇത് വെച്ചിട്ട് നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞത്, ഇങ്ങനെ ഡിസ്ക്രീറ്റ് സീരീസ് വന്നിട്ട് അതിൽ നിന്ന് ക്വാർട്ടൈൽ ഡീവിയേഷനും ഇൻ്റർ ക്വാർട്ടൈൽ ഡീവിയേഷനും ഒക്കെ കാണാനായിട്ട് പറയുന്നു. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഇനി കണ്ടിന്യൂസ് സീരീസിൽ വരുമ്പോൾ നമ്മളിതിന് മുൻപ് മീഡിയൻ കണ്ട മാതിരി n+1 / 4 അല്ല n/4 ആയിട്ടാണ് കാണേണ്ടത്. ഇവിടെ n/4, ഇവിടെ 3 n/4 ആയിട്ട്. ആ കണ്ടിന്യൂസ് സീരീസ് മീഡിയൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്വാർട്ടൈൽ Q1 കാണണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതേണ്ടി വരും. Q3 കാണണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ. ഇത് നിങ്ങളുടെ മീഡിയൻ്റെ കണ്ടിന്യൂസ് സീരീസിലെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഏകദേശം ഒരേ ഇക്വേഷനാണ്. അത് കഴിഞ്ഞാൽ ക്വാർട്ടൈൽ ഡീവിയേഷനും കോവിഷ്യനും പിന്നെ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചിൻ്റെ ഒക്കെ ഇക്വേഷനും വേറെ മാറ്റങ്ങൾ വരുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഫോളോയിങ് ടേബിൾ ദ ഫിഗേഴ്സ് റിലേറ്റിംഗ് ടു ദ വേജസ് ഓഫ് 60 വർക്കേഴ്സ് ആർ ഇൻ എ കമ്പനി ആർ ഗിവൺ. കാൽക്കുലേറ്റ് ദ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് ദ കോവിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. വേജ് കൊടുത്തിട്ടുണ്ട് 20 മുതൽ 25, 25 മുതൽ 30, 30 മുതൽ 35, 35 മുതൽ 40, 40 മുതൽ 45. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ഇപ്പോൾ ആദ്യം കണ്ടിന്യൂസ് സീരീസ് ആകുന്ന നേരത്തെ ആദ്യം അതിൻ്റെ എന്താണ് ഈ പറയുന്ന ക്ലാസ് ഇൻ്റർവൽസ് ചെയ്ത് 20 മുതൽ 25, 25 30, 30 35, 35 40, 40 45 അതിൻ്റെ ഫ്രീക്വൻസീസ്, നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയാണ്. സ്പെസിഫിക് റോൾ നമ്പർ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കുള്ള സ്പെസിഫിക് നമ്പറായിരുന്നു നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്താണ് കണ്ടത്, അതിനെ ഇൻഡിവിജ്വൽ സീരീസ് ആയിട്ടാണ് കണ്ടത്. ഇവിടെ എന്താണ് ഇത്രയും നമ്പർ ഓഫ് വർക്കേഴ്സ് ഓരോന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കാണും. ഓക്കെ, ആദ്യം നിങ്ങൾ എന്ത് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എഴുതുക, ഇങ്ങോട്ട് ആഡ് ചെയ്യുക, ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ n വരുന്നത് എത്രയാണ്, 60 ആണ്. ഓക്കെ, അപ്പോൾ n 60 വന്നു. ഇപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് Q1 കാണുക. Q1 കാണുക ആദ്യം n/4 ആയിട്ടാണ്. n വരുന്നത് 60 ആണ്. 60/4 15th ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ 15th ഐറ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത് വരുന്നത് എവിടെയാണ്, ഇതിൻ്റെ അണ്ടറിലാണ്. കാരണം ഇത് 15 ചെറുതാണ്, പിന്നെ അടുത്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എന്ത് ഈ പറയുന്ന Q1ൻ്റെ റേഞ്ച്. ഓക്കെ, Q1 ക്ലാസ് ആണിത്. അപ്പോൾ അതിൽ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, Q1 കാണുക എന്നുള്ളതാണ്. ഇതിൻ്റെ L എന്ന് വെച്ചാൽ 30 ആണ്. n/4 ഓൾറെഡി 15 ആണ്. CF ഇതിന് തൊട്ട് മുൻപുള്ള CF ആണ്. അതായത് CF നമ്മൾ എടുക്കേണ്ടത് 12 ആണ്. ഇതിന് തൊട്ട് മുൻപുള്ള CF എടുക്കുക. F വരുന്നത് ഇത് തന്നെയാണ്. വരുന്നത്. I വരുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് 30 35 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 5 ആണ്. അത് വെച്ചിട്ട് L + n/4 - CF / F × I ആണ്. L വരുന്നത് 30 ആണ്. n/4 15 ആണ്. -12 / 25 × 5. അപ്പോൾ 30 / 0.6 ആണ്. അപ്പോൾ 30.6 ആണ് നമ്മുടെ Q1 വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ Q3 ആണ്. അത് 3 × n / 4 ആദ്യം കാണാം. അപ്പോൾ 3, അപ്പോൾ നമ്മൾ 3 × 60 / 4 അത് 45ാമത്തെ ആയിട്ടാണ്. അപ്പോൾ 45 ഇതിൽ ഏതാ ഏറ്റവും വരുന്നത് നോക്കിയാൽ 53 അണ്ടറിലാണ് വരിക. അപ്പോൾ ഇതാണ് Q3ൻ്റെ റേഞ്ച്. ഇതിൻ്റെ L 35, F 16, CF 37. ഓക്കെ, പിന്നെ n/4 അത് എത്ര നമുക്ക് നേരത്തെ കിട്ടിയത് 45 ആണ്. പിന്നെ I എന്ന് വെച്ചാൽ അത് 5 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് Q3 കാണാം. L + 3 n/4 45 ആണ്. L നമുക്ക് നേരത്തെ കണ്ടു 35 ആണ്. പിന്നെ CF തൊട്ട് മുൻപ് 53 തൊട്ട് മുൻപുള്ള 37 എടുക്കുക. F വരുന്നത് 16 ആണ്. I 5 ആണ്. അപ്പോൾ അത് വെച്ച് Q3 കാണുക. Q3 കാണുമ്പോൾ 35 ഇത് മൈനസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 2.5 വരും. 37.5.
അപ്പോൾ അതാണ് Q3 ആൻഡ് Q1 വരുന്നത്. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് Q3 മൈനസ് Q1 ആണ്. 37.3. Q3 വരുന്നത് 37.5 അല്ലേ. Q1 എത്രയാണ് വരുന്നത്? Q1 വരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 30.6 ആണ്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ് ചെയ്താൽ എന്ത് കിട്ടി? നമുക്ക് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് കിട്ടി. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടണമെങ്കിൽ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 ആണ്. 37.5 മൈനസ് 30.6 ഡിവൈഡ് ബൈ 2 അത് 3.45 ആണ്. കോവിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടണമെങ്കിൽ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1. 37.5 മൈനസ് 30.6 ഡിവൈഡ് ബൈ 37.5 പ്ലസ് 30.6. അപ്പം 0.101 ആണ് കോവിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് അത് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൽ എന്താണ് ഇതിൻ്റെ മെറിറ്റ്സ് കൊടുത്തിട്ടുണ്ട് ക്വാർട്ടൈൽ ഡീവിയേഷന്. ഇറ്റ് ഈസ് easily computed and readily understood. It is not affected by the values of extreme items. It can be computed even for an open end distribution. അത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്. നമ്മളത് ക്വാർട്ടൈൽസ് വെച്ചിട്ടില്ല, അതായത് മീഡിയൻ്റെ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്പൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും വിഷയമില്ല. ഇറ്റ് ഈസ് സുപ്പീരിയർ ആൻഡ് മോർ റിലയബിൾ ദാൻ റേഞ്ചിനെക്കാട്ടി സുപ്പീരിയർ ആണ്, റിലയബിൾ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അത് മൂന്നും പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ലിമിറ്റേഷൻസ് വരുന്നത് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓൾ ഐറ്റം. എല്ലാ അക്കൗണ്ടും എടുക്കണില്ല. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇഗ്നോർസ് 50% ഐറ്റം. ഫസ്റ്റ് 25%, ലാസ്റ്റ് 25% എടുക്കുന്നുള്ളൂ. പിന്നെ ഇറ്റ്സ് വാല്യൂ ഇസ് വെരി മച്ച് എഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ. വാല്യൂ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷനായിട്ട് വളരെ എഫക്റ്റഡ് ആവുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് ഇത് കേപ്പബിൾ അല്ല. ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് വേരിയേഷൻ ഓഫ് ഐറ്റംസ് ഫ്രം ദ ആവറേജ്. അത് ആവറേജിൽ നിന്ന് വേരിയേഷൻ കൃത്യമായിട്ടത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ക്വാർട്ടൈൽ ഡീവിയേഷനെ കുറിച്ചിട്ടും റേഞ്ചിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. നമുക്ക് പിന്നെ മീൻ ഡീവിയേഷനും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. കുറച്ച് വലിയ കണ്ടൻസ് ആണ്. മീൻ ഡീവിയേഷനും നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കുറച്ചും കൂടി ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ.